അവർ ഹൈക്കോടതി പോകണം. എന്നെ വിധിച്ചു 2 ലക്ഷം രൂപ കൊടുക്കാൻ. ആ സമയത്താണ് PIP-കാരൻ്റെ പരസ്യയോഗത്തിന് വിളിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ പരസ്യയോഗത്തിന് വരാമെന്ന് പറഞ്ഞു. അപ്പം കടവാണ്, കേസ് വിധിച്ചിരിക്കുന്നു, എന്നാലും ശിശുവിടേക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് ക്രൂശിനെ ഇങ്ങനെ ഉയർത്തുമ്പോൾ ഒരു ജീപ്പ് അങ്ങോട്ട് മാറ്റി നിർത്തി. ഞാൻ കടം കൊടുക്കാനുള്ള ടീമുമാണ്. കണ്ട് പണ്ട് തീർച്ചയായും നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കണ ആ ടെൻഷൻ. അങ്ങനെ ഇരിക്കുമ്പോൾ 15 മിനിറ്റ് നേരം അവരവിടെ നിന്നതിന് ശേഷം അവർ പോയി. ഞാൻ ആശീർവാദം. ആ സമയത്തെല്ലാം നമ്മൾ പ്രസംഗിച്ചോണ്ടിരിക്കുക. എൻ്റെ കണ്ണവിടാ, നമുക്ക് നിർത്താനൊക്കത്തില്ല. നിർത്തിയ ഉമ്മാര് വന്ന് ചിലപ്പോൾ എന്താ ചെയ്യുന്നുള്ള ആ ഒരു വലിയ ടെൻഷനാ. എന്നാൽ രാവിലെ ആയപ്പോൾ എനിക്ക് ഫോൺ കോൾ വന്നു. എൻ്റെ ഓഫീസിൽ വരണമെന്ന് പറഞ്ഞു. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും എന്താ സംഭവിക്കുന്നുള്ള ആ ഒരു അങ്കലാപ്പുണ്ട്. ഡോറ് തുറന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഡോറ് തുറന്നപ്പോൾ 3 പേര് ഇരിപ്പുണ്ട്. ചോദിക്കുക, ജോയി എന്നാ ഉണ്ട് വിശേഷം? അപ്പൊ തന്നെ എന്തോ ഇറങ്ങിപ്പോയ പോലെ എനിക്ക് തോന്നി. കാരണം അതല്ല നമ്മൾ പ്രതീക്ഷിച്ച അതല്ല. നെക്സ്റ്റ് പറയുക, നിന്റെ കേസ് പിൻവലിച്ചിരിക്കുന്നെന്ന്. ഒന്നാലോചിച്ച് നോക്കി. ആ ദൈവവചനം പിടിച്ച് ഉയർത്തിയതിൻ്റെ ആ മഹാശക്തിയാ. 1 ലക്ഷം രൂപ കൊണ്ടപ്പം വഴക്ക് പറഞ്ഞവർ ഇപ്പോൾ പറയാ കേസ് നിന്റെ കേസ് പിൻവലിച്ചിരിക്കുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനമായിരുന്നു. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആൻഡ്രൂസ് കെ ജോർജ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനോട് കൂടിയാണ്. ഈ ദൈവദാസനെ എനിക്ക് ദീർഘവർഷങ്ങളായി പരിചയമുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതനാണ്. കഴിഞ്ഞ 35 വർഷത്തോളമായി ഞങ്ങൾ തമ്മിൽ അടുത്ത സ്നേഹബന്ധമുണ്ട്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് ഷിക്കാഗോയിൽ വെച്ചാണ്. അദ്ദേഹം ഇപ്പോൾ ഷിക്കാഗോയിൽ താമസിക്കുന്നു. ഇവിടെയുള്ള ആത്മീയ പ്രവർത്തനങ്ങളിൽ പ്രാർത്ഥനാ സംഗമങ്ങൾക്ക് ഒക്കെ നേതൃത്വം നൽകി അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. എന്നാൽ അദ്ദേഹത്തിന് പറയുവാൻ വലിയൊരു കഥയുണ്ട്. ആ കഥയുടെ ആരംഭം കോട്ടയത്ത് നിന്നാണ്. ഞാൻ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സിൽ നിന്ന് അദ്ദേഹം പിന്നീട് വലിയ ബിസിനസ് തകർച്ചകളുണ്ടായി. ആ തകർച്ചകളിൽ നിന്ന് അദ്ദേഹത്തെ ദൈവം രക്ഷപ്പെടുത്തുകയും ദൈവസന്നിധിയിൽ അദ്ദേഹം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുകയും ചെയ്ത അത്ഭുതകരമായൊരു കഥയാണ് ആൻഡ്രൂസ് പാസ്റ്റർക്ക് പറയുവാനുള്ളത്. ആ കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വാഗതം ചെയ്യാം പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജിനെ. ഓക്കെ പാസ്റ്റർ, പ്രൈസ് ലോ. നമുക്ക് പറയാനായിട്ട് സുദീർഘമായൊരു കഥയുണ്ട്. പക്ഷെ അത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു തീർക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ പാസ്റ്റർ, പശ്ചാത്തലം കോട്ടയത്തു നിന്നാണ് ആരംഭിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള എവിടെയാ ജനിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എൻ്റെ ജനനം ആലപ്പുഴയിലാണ്. പിതാവിനും മാതാ ഞങ്ങൾ 3 മക്കളായിരുന്നു. അതിൽ ഇളയവനാണ് ഞാൻ. എൻ്റെ പിതാവ് എനിക്ക് 1 വയസ്സും 10 ദിവസവും പ്രായമുള്ളപ്പോൾ ഒരു ബസ് അപകടത്തിൽപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 1 വയസ്സിൽ എൻ്റെ പിതാവ് എനിക്ക് 1 വയസ്സും 10 ദിവസവും പ്രായമുള്ളപ്പോൾ ഒരു ബസ് അപകടമാണ്. ഞാൻ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞു. എന്നെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയ സമയമായിരുന്നു. പിതാവ് ഒരു ഡ്രൈവറായിരുന്നു. മുടി വെട്ടിക്കാൻ കൊണ്ടു. മാതാവുണ്ട്, 2 പേര് വീട്ടിലുണ്ട്. ഇങ്ങോട്ട് അപകടം മൂലം എൻ്റെ പിതാവ് മാത്രമേ മരിച്ചുള്ളൂ. എന്നെ എടുത്ത് മണപ്പുറത്തേക്ക് എറിഞ്ഞെന്നാണ് പറഞ്ഞത്. രക്ഷാക്കാരൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 3 ദിവസം ഞാൻ നഴ്സുമാരാണ് എന്നെ നോക്കിയതെന്നാണ് ചരിത്രം പറയുന്നത്. എൻ്റെ മാതാവിൻ്റെ മാനസിക നില തെറ്റിപ്പോയി. അതിനുശേഷം ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്ഥലവും വീടും വിറ്റ് കോട്ടയത്ത് അമ്മയുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ വന്നു. അമ്മയുടെ പിതാവ് ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. മാതാവ് ഒരു ടീച്ചറായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മയുടെ പിതാവ് മരിച്ചുപോയി. പിറ്റേ വർഷം മാതാവ് മരിച്ചു. അങ്ങനെ മരണത്തിൻ്റെ ഒരു ഇത് കാരണം മരണം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയമായിരുന്നു. അതിനുശേഷം ഇങ്ങനെ മുമ്പോട്ട് പോയി. വളരെ പ്രതികൂലങ്ങളും 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കോട്ടയത്ത് വേളൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ ജനിച്ചത്, വളർന്നു വന്നത്. വെള്ളം കയറുമ്പോൾ പിടിച്ചെങ്ങാടം കൂട്ടിക്കെട്ടി അങ്ങനെ ആണ് ഞങ്ങൾ അക്കരെ കടന്നുകൊണ്ടിരുന്നത്. വളരെ കഷ്ടത അനുഭവിച്ചു. എന്നാൽ 9ാമത്തെ വയസ്സിൽ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി. 9ാമത്തെ വയസ്സ് യേശുവിനെ കണ്ടുമുട്ടാൻ ഇടയായി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഏത് സഭയായിരുന്നു? യാക്കോബായ വിശ്വാസിയായിരുന്നു. കാനമച്ചൻ പ്രസംഗിക്കുന്ന മണലേൽ ഭവനത്തിൽ മുറ്റത്ത് വെച്ച് ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനിൽ വെച്ചാണ്
എൻ്റെ കൊച്ചുകൈ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാനിടയായി. അല്ല, അന്നേരം ഈ 9ാമത്തെ വയസ്സിൽ ഇത് കേട്ടപ്പോൾ, കാനോച്ചൻ്റെ പ്രസംഗം കേട്ടപ്പം അങ്ങനെ അത് പറഞ്ഞ പ്രാർത്ഥനയുണ്ട്, മാതാവിൻ്റെ ഉപദേശമുണ്ട്, എല്ലാമുണ്ട്. ആ ഗ്രഹിക്കുവാനുള്ള ഒരു കഴിവ് ദൈവം തന്നു. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ നേരത്തെ അന്നും ഞങ്ങൾ ഒന്നിച്ചാണ് രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ മുമ്പോട്ട് പോകവേ 14ാമത്തെ വയസ്സിൽ മീനച്ചിലാറ്റിൽ MD ജോസഫ് സാറിൻ്റെ കൈക്കീഴിൽ ഞാൻ സ്നാനപ്പെട്ടു. അന്ന് അനേകരുണ്ട്. എന്നാൽ എനിക്കൊരു വെള്ള ഷർട്ടില്ലായിരുന്നു ഇടാനായിട്ട്. ആകെപ്പാടെ ഒരു ഷർട്ടേ ഉള്ളായിരുന്നു. അതിലാണെങ്കിൽ മാങ്ങായുടെ കറ പറ്റിയിരിക്കുക, ഇന്നത്തെ പോലെ ഓർക്കുന്നു. അതിൽ എന്നിട്ട് ഏതോ ഒന്ന് തേച്ചിട്ട് ഞാൻ ഇറക്കി. എന്നാൽ ഞാൻ എഴുന്നേറ്റ് സ്നാനപ്പെട്ട് പൊങ്ങി വന്നപ്പോൾ മരണപര്യന്തം വിശ്വസനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ദാനം ചെയ്യും. അങ്ങനെ മുമ്പോട്ട് പോകവേ പഠനത്തിലൊക്കെ ചില പുറകോട്ടായിരുന്നു. വളരെ കഷ്ടതയുണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ പഠിക്കുവാൻ പറ്റിയില്ല. അങ്ങനെ മുമ്പോട്ട് പോകവേ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ ജോലി നോക്കി. ചില വർഷങ്ങൾ KK-ക്കുള്ള മെഡിക്കൽ, കോട്ടയത്തെ ഏറ്റവും വലിയ മെഡിക്കൽ സ്റ്റോറിൽ ജോലി കിട്ടുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു താല്പര്യമുണ്ടായി. കൊച്ചു കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ആ ഉടുപ്പൊന്നും ഉണ്ടാക്കിയാൽ, എൻ്റെ അമ്മ ഒരു തയ്യക്കാരത്തിയാണ്, ഞങ്ങളെല്ലാവരും കൂടി ചെറിയ ഉടുപ്പ് ഉണ്ടാകുമ്പോൾ ഉടനെ ഓയിൽ ഉടുപ്പെന്ന് പറയും, ആ ഉടുപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. അതങ്ങനെ മുമ്പോട്ട് പോയി നല്ല ഒരു നിലയിലേക്ക്. അങ്ങനെയാണ് നിങ്ങൾ ഈ റെഡിമെയ്ഡ് ഏറ്റവും ചെറുക്കത്തിലുള്ള, അന്ന് 250 രൂപയിൽ തുടങ്ങിയത്, വേറെ പൈസ ഇല്ല. അങ്ങനെ കൊണ്ട് ജോൺസൺ ഗാർമെന്റ്സിലെ അതുപോലുള്ള പാലായിലെ ഒക്കെ കൊണ്ടുപോയി കൊടുക്കും. അവർ അന്നേരം പൈസ തരും നമുക്ക്. എല്ലാ കാര്യങ്ങളും അങ്ങനെ മുമ്പോട്ട് പോയി. 1982 ഞാൻ വിവാഹിതനായി. ഗുരുക്കം പറഞ്ഞ കുര്യമ്പിരിപ്പിൻ്റെ പെങ്ങളെ ഞാൻ വിവാഹം ചെയ്തു. ആ സഹോദരി ഒരു തയ്യക്കാരത്തിയായിരുന്നു. അങ്ങനെ കോട്ടയം തലപ്പാടിയിൽ ഒന്നിച്ച് ബിസിനസ് ആരംഭിച്ചു. ഭാര്യയുടെ പേര് ആനി ആൻഡ്രൂസ്, ലൈലു എന്ന് പറയും. ലൈലു എല്ലാം പ്രിയപ്പെട്ട ലൈലു. അതെ, ലൈലു എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്നാൽ അങ്ങനെ മുമ്പോട്ട് പോയി. പിന്നെ ഓരോ പടിയായി മുമ്പോട്ട് തയ്യൽ, പിന്നെ ഓയിലുടുപ്പിന് ഫ്രോക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ 36 തൊഴിലാളികൾ എൻ്റെ കീഴിൽ ജോലി ചെയ്യുവാനായിട്ടിടയായി. അതിനുശേഷം ഒരു ചെറുകിട വ്യവസായം പോലെ വളർന്നു വന്നു. അപ്പോഴും ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുകയും എല്ലാ ചൊവ്വാഴ്ചയും ഹോട്ടേജ് മീറ്റൊക്കെ കൊണ്ടുകൊണ്ട് 7 മണിയാകുമ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യുക, കട അടയ്ക്കും. അങ്ങനെയുള്ള ഒരു തീരുമാനം, ട്രാക്ട് കൊടുക്കുക. ആത്മീയ താല്പര്യങ്ങൾ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടം എനിക്ക് പരസ്യയോഗമാണ്. ഉഴപ്പിയൊന്നും പോയില്ല, പരസ്യയോഗമായിരുന്നു. പരസ്യയോഗത്തിന് പാസ്റ്റർ MD ജോസഫ് സാർ ഞങ്ങളെ കൊണ്ടുപോകും. അന്ന് ഇല്ലിക്കൽ ശാലേം സഭയിലാണ് ഞങ്ങളെ കൂടി വരുന്നത്. അന്ന് ഞാനുണ്ട്, എൻ്റെ പെങ്ങളുണ്ട്, എൻ്റെ ജ്യേഷ്ഠനുണ്ട്, അമ്മയുണ്ട്, ഞങ്ങൾ മണലയിലെ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിചാരിക്കുന്നത്, ഞങ്ങൾ ഒന്നിച്ച് നടന്നാണ് പോകുന്നത്. നടന്നു പോയി കഴിഞ്ഞ് അവിടെ പരസ്യയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ KC ചെറിയാൻ്റെ പിതാവ് ഉണ്ട്. അദ്ദേഹത്തൊക്കെ പരസ്യയോഗം എന്ന് പറഞ്ഞാൽ വളരെ താല്പര്യമാണ് അന്നത്തെ കാലത്ത്. ഏകദേശം എത്ര വർഷമായി, 50. MD ജോസഫും KC ചെറിയാനും ഒക്കെ ഈ PM സാറും ഒക്കെ പരസ്യവും നടത്താത്ത ഒറ്റ കവല അവർ കളിയിൽ കൊച്ചി ഇല്ലിക്ക കവലയിൽ. അപ്പം ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുക. അപ്പോൾ പരസ്യത്തിന്റെ താല്പര്യം കൊണ്ടല്ല ഞങ്ങൾ പോകുന്നത്. കാരണം മറിയാമ്മ കൊച്ചമ്മ ആരാധന കഴിഞ്ഞാൽ കടുമാങ്ങായി കഞ്ഞിയും പയറും ഉണ്ട്, അത് കിട്ടും എന്നുള്ള താല്പര്യത്തിലാണ് പോകുന്നത്. എന്നാൽ പോകാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ പോയി ഒരു ദിവസം ഇല്ലിക്കൽ കവലയിൽ പക്ഷെ MD ജോസഫ് സാർ പറഞ്ഞു, നീ വാക്യം പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 വാക്യം അടുപ്പിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് അവിടെ വെച്ച് അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് തുടങ്ങി. പരസ്യയോഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി മാറി. അങ്ങനെ മുമ്പോട്ട് വരവേ എനിക്ക് 2 ആൺമക്കളെ, ഞാൻ പറഞ്ഞല്ലോ കല്യാണം, 2 ആൺമക്കളെ ദൈവം തന്നു. അവരുടെ പേര് ഒരാൾ ലിജോഷ് K. ആൻഡ്രൂസ്, ഒരാൾ സന്തോഷ് K. ആൻഡ്രൂസ്. അവർ ഒരാൾ UK-യിലും ഒരാൾ ന്യൂസിലാൻഡിലുമാണ്. അങ്ങനെ മുമ്പോട്ട് പോകവേ എൻ്റെ ബിസിനസ് ഓരോന്നായി തകരുവാൻ തുടങ്ങി. അഡ്വഞ്ചർ ഇഷ്ടമാണോ? എന്നാൽ നിങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആയാലോ? ഓസ്ട്രേലിയയിലെ വൈബ്രന്റ് സിറ്റീസ്, വേൾഡ് ഫേമസ് സിഡ്നി ഒപ്പേര ഹൗസ്, ഗോൾഡ് കോസ്റ്റ് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നിവയുടെ മനോഹാരിതയും, ന്യൂസിലാൻഡിലെ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ്, മിൽഫോർഡ് സൗണ്ട്, ക്രിസ്റ്റൽ ക്ലിയർ ലേക്സ്, ബ്രീത്ത് ടേക്കിംഗ് ലാൻഡ്സ്കേപ്സ് എന്നിവയും ഒരേ ഒരു യാത്രയിൽ എക്സ്പ്ലോർ ചെയ്യാം. ഓരോ ഡെസ്റ്റിനേഷനും പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും ലൈഫ് ലോങ് മെമ്മറി ആയിട്ട് സൂക്ഷിക്കാം.
ഷൈലോ ട്രാവലിനൊപ്പം ഫ്ലൈറ്റ്സ്, ഹോട്ടൽസ്, ഗൈഡഡ് സൈറ്റ് സീയിങ്, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്പീരിയൻസ് ടൂർ മാനേജേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയ ഒരു സീംലെസ് ട്രാവൽ എക്സ്പീരിയൻസ്. ഇന്ന് തന്നെ www.shiloholidays.com വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് ടൂർ ബുക്ക് ചെയ്യൂ. അല്ല, ഈ ബിസിനസ് അങ്ങനെ തകരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. തകരേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയതാ. അപ്പോൾ ഒരു വീട് വേണം എന്നുള്ള താല്പര്യം തുടങ്ങി. അങ്ങനെ മനുഷ്യന്റെ താല്പര്യമാണ് അത്. ഒരു നല്ല വീടാ വെച്ചത്. അപ്പോൾ ഇച്ചിരി കട നോക്കാതെ വന്നു, ഇച്ചിരി ജെരുക്കം വന്നപ്പോൾ ഇച്ചിരി ബ്ലേഡിന് പൈസ മേടിച്ചു. അതാണ് തകർന്നു പോയത്. വീട് വെക്കാൻ വേണ്ടി അതെ, വീട് വെക്കാൻ നമുക്ക് എത്ര നല്ലൊരു വീടാ വെച്ചത്. അത് ഞങ്ങളുടെ അധ്വാനമുണ്ട്. കട നോക്കാതെ മേലാതെ വന്നു, കുഞ്ഞുങ്ങൾ അധ്വാനിക്കുന്നു, ഞാൻ അധ്വാനിക്കുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മകന് ബോംബെക്ക് പോയായിരുന്നു. ആ സാഹചര്യത്തിൽ അവന് ഇന്ത്യയിലെ ഡിസൈനിങ് ഒക്കെ പഠിച്ച് അങ്ങനെ മുമ്പോട്ട് പോയി. അപ്പോൾ തകരുന്നെന്ന് അറിയുമ്പോൾ ഈ പിള്ളേർക്കെല്ലാം അറിയാമല്ലോ, ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയില്ല. പ്രാർത്ഥനയ്ക്കോ അങ്ങനെ യാതൊരു മുടക്കവും വന്നില്ല. എന്നാലും എൻ്റെ മൗനം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഈ കടം കയറി വീടെല്ലാം വിറ്റു, കട വിറ്റു, എല്ലാം പോയി, ഒന്നുമില്ലാതെ. ഇയ്യോബിന് എന്താ സംഭവിച്ചേ അതുപോലെ വരുവാനായിട്ട് ഇടയായി. ഇത് എത്ര കാലം കൊണ്ടാണ് ഈ കടം വന്നിങ്ങനെ? ഒരു 5 വർഷം. 5 വർഷം കടം. പിന്നെയും നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്, ഒരാളോട് മേടിച്ച് വേറൊരാളെ പഴി കേൾക്കണ്ടല്ലോ എന്ന് വെച്ച് മേടിക്കുമ്പോൾ നമ്മൾ ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നീടാണ് മനസ്സിലാകുന്നത്. എന്നാലും എൻ്റെ ഒരു ആരാധന പോലും ഞാൻ മുടക്കിയിട്ടില്ല. ഇതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. ഈ ബ്ലേഡിൽ നിന്ന് പണം എടുത്ത് തകർന്ന ധാരാളം കുടുംബങ്ങളൊക്കെ. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതെ, അങ്ങനെ കൊണ്ട് ആ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ പോയി. അങ്ങനെ കടം കയറിയവരെ കണ്ടുപിടിക്കുകയും അവിടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു 63 പേരെ ഈ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ സർവശക്തനായ ദൈവം ഇടയായി. അത് പിന്നീട് അപ്പം ഈ കടം വന്ന് ഇങ്ങനെ വീട് വിറ്റു. എത്ര രൂപ കടം ഉണ്ടായിരുന്നു? 20 lakhs. 20 ലക്ഷം രൂപ കടം. 80-കളിലെ വീട് വിറ്റപ്പം അത് കിട്ടി, അടച്ചു. എല്ലാം കൂടെ ടോട്ടൽ വീട് വിറ്റു 8 ലക്ഷം രൂപ കിട്ടി. അത് കൊടുത്തു. പിന്നെയും കടം കടക്കാര്. ആ ചരിത്രവും ഞാൻ പറയാം. ഓക്കെ. അങ്ങനെ ഇരുന്നു. ജ്യേഷ്ഠൻ്റെ വീട്ടിൽ കുറച്ച് നാൾ താമസിച്ചു. അവിടുത്തെ സാഹചര്യം വളരെ കാര്യമായിട്ട് നോക്കി. എന്നാൽ എൻ്റെ മോന് പഠിക്കാനായിട്ട് ആ പുതുപ്പള്ളിന്ന് അവിടുന്ന് പോകാനായിട്ട് കഞ്ഞിക്കുഴി അങ്ങോട്ട് അളിയൻ്റെ വീട്ടിലേക്ക് മാറി. അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കുര്യമ്പലിപ്പൻ്റെ അമ്മ, എൻ്റെ ലൈലുവിൻ്റെ അമ്മ വളരെ സപ്പോർട്ട്. എന്നെക്കൊണ്ട് ഒരു വാക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല, അതുപോലെ കരുതുന്ന ഒരു മാതാവായിരുന്നു എൻ്റെ മാതാവും. അങ്ങനെ അവിടെ ചെന്ന് ചിക്കൻ ബോക്സ് ബാധിച്ചു. കടഭാരമുണ്ട്. അവിടെ ചിക്കൻ ബോക്സ് ബാധിച്ച് 10-25 ദിവസം ഒരു മുറിക്കകത്ത് ഞാൻ കിടന്നു. അങ്ങനെ ദൈവത്തോട് ഞാൻ ചോദിച്ചു, ദൈവമേ നീ പോലും എന്നെ കൈവിട്ടോ എന്ന ഒരു രാത്രി കിടക്കാൻ മേല. ഞാനിങ്ങനെ നടക്കുക. അന്ന് കിട്ടിയ ഒരു വാക്യം, നീ മുമ്പുള്ള ഓർക്കണ്ട, പണ്ടുള്ളവയെ തിരുവയ്ക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതെപ്പോൾ സംഭവിക്കും? ഇപ്പോൾ സംഭവിക്കും. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നീരുറവും തുറക്കുന്ന ദൈവം എന്നോട് കൂടെ. ഞാൻ ദൈവസനെ സമർപ്പിച്ച്, കർത്താവേ ഞാൻ പോയിക്കൊള്ളാം, നിൻ്റെ വേലയാണ് എനിക്കിഷ്ടം, ഞാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് സമർപ്പിച്ച് എൻ്റെ മുറിവെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കുമ്പനാട് കൺവെൻഷൻ നടക്കുക. അന്ന് പാസ്റ്റർ ജേക്കബ് ജോണുണ്ട്. ജേക്കബ് ജോണിൻ്റെ കൂടെ ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 വർഷം കഴിഞ്ഞു. 2ാമത്തെ വർഷം ആയപ്പോഴത്തെ പിന്നെ ഓരോന്ന് പോകാൻ തുടങ്ങി. 2ാമത്തെ വർഷമായപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ജേക്കബ് ജോണിലൂടെ എന്നോട് സംസാരിച്ചു. ഞാൻ ദൈവകൃപയിൽ അങ്ങോട്ട് സംസാരിച്ചു. എന്നോട് പറയുക, നീ വരുന്ന 28-ാം തീയതി അവിടുത്തെ ഉപവാസ പ്രാർത്ഥന തീരുന്ന ദിവസം നീ അവിടെ വരണം എന്ന് പറഞ്ഞു. പഞ്ചാബില് പറഞ്ഞു. ജേക്കബ് ജോണിന്റെ സ്ഥലത്ത് പഞ്ചാബില്. അങ്ങനെ അപ്പോൾ എൻ്റെ പൈസ ഇല്ല, ഒന്നുമില്ല, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. എന്നാൽ എൻ്റെ മദറിലോ അറിഞ്ഞിട്ട് ഇപ്രകാരം അറിഞ്ഞു എങ്ങനെയോ പോകണം. 1000 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, നീ പൊക്കോ, ഞാൻ പ്രാർത്ഥിച്ചോളാം. അന്നേരത്തിന് ഈ കടയൊക്കെ നിന്നു പോയോ? നിന്നു, ഒന്നുമില്ല. കുര്യമ്പലിപ്പിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യം ഓർത്തേ
എല്ലാം തന്നു. കടം കയറിയാൽ ആരും കാണത്തെ, ഉള്ളപ്പോൾ എല്ലാവരും കാണും. കടം ഒരു വലിയ ഒരു സീക്രട്ടാണ്. കടം പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും കാണും, അല്ലെങ്കിൽ ആരും നമ്മളെ സഹായിക്കാനില്ല, ആരും കാണത്തില്ല. എന്നാലും ഞങ്ങൾ ഒറ്റ ആരാധന മുടക്കിയില്ല. ഈ പ്രതിസന്ധിയുടെ നടുവിലും ഞാനും എൻ്റെ മക്കളും ആരാധന മുടക്കിയില്ല. അങ്ങനെ എൻ്റെ ഇളയ മകൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുകയൊക്കെയ. ഞാൻ വിചാരിച്ചു അവൻ ജയിക്കത്തില്ല, കാരണം ഈ ഒരു ടെൻഷൻ, എൻ്റെ അസുഖം, മാനസികമായ സംഘർഷം, അനേകർ വിളിക്കുന്നു, അനേകർ വീട്ടിൽ വരുന്നു, ഇതെല്ലാം കണ്ട് ഞാൻ ജയിക്കില്ല. എന്നാൽ അവൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ഇന്ന് അവൻ BSc നേഴ്സിംഗ് കഴിഞ്ഞാണ് അവൻ ന്യൂസിലാൻഡിലേക്ക് പോയത്. അങ്ങനെ ഞാൻ പഞ്ചാബിലേക്ക് പോവുകയാണ്. പഞ്ചാബിൽ അതിന് മുമ്പൊരു ചരിത്രമുണ്ട്, ഞാനത് പറയട്ടെ. ഒരു 90,000 രൂപ ഒരാളോട് കടം മേടിച്ചു, ഒരു ബ്രദറുകാരനാണ്. അദ്ദേഹം തന്നു. അദ്ദേഹത്തിന് പലിശയൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എല്ലാം തകർന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കേസ് കൊടുത്തു. 2 ലക്ഷം രൂപയ്ക്ക് കേസ് കൊണ്ട് കൊടുത്തു. 90,000 രൂപ വാങ്ങിയെടുത്ത് 2 ലക്ഷം രൂപയ്ക്കുള്ള കേസല്ലേ. അപ്പോൾ ആ കേസിന് അങ്ങനെ ചെയ്യൂല, എത്ര ലക്ഷം ആണെങ്കിലും കൊടുക്കാമല്ലോ, ചെക്ക് അവിടെയിലുണ്ട്, എല്ലാം കൊടുത്തു. അങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ മദറിൻ്റെ അനിയത്തി ഇവിടെയുണ്ട്. അവരെ അമ്മച്ചി വിളിച്ച് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ ജോൺസൺ ഫിലിപ്പ് പാഷ ബൈജുവിൻ്റെ ചേട്ടൻ്റെ കൊടുത്തയച്ചിട്ട് ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കാനായിട്ടൊരുങ്ങി ഈ ബ്രദറുകാർക്ക്. അവർ പറഞ്ഞു പറ്റിയല്ല, 1,25,000 കേസ് തീർക്കുകയില്ല, വക്കീലിനെ വിളിച്ചു എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് വിട്ടു. അവർ ഹൈക്കോടതി പോകണം. എന്നെ വിധിച്ചു 2 ലക്ഷം രൂപ കൊടുക്കാൻ. ഇനി ഹൈക്കോടതി പോകണം. കോടതി വിധിച്ചു 2 ലക്ഷം രൂപ വിധിച്ചു. ഇനി ഹൈക്കോടതി പോകണം, ജാമ്യം എടുക്കണം. അതും ആ അഡ്വക്കേറ്റ് തന്നെ എല്ലാ കാര്യങ്ങളും ആ അനിയനുണ്ടായി എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. ആ സമയത്താണ് PIP-കാരൻ്റെ പരസ്യയോഗത്തിന് വിളിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ പരസ്യയോഗത്തിന് വരാമെന്ന് പറഞ്ഞു. അപ്പം കടവാണ്, കേസ് വിധിച്ചിരിക്കുന്നു, എന്നാലും ശിശുവിടേക്ക് ഒരു കുഴപ്പമില്ല. പരസ്യയോഗത്തിന് ഞാനിങ്ങനെ മണ്ടകാട്ട് കവലയിൽ PIP-കാരുണ്ട്, എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് ക്രൂശിനെ ഇങ്ങനെ ഉയർത്തുമ്പോൾ ഒരു ജീപ്പ് അങ്ങോട്ട് മാറ്റി നിർത്തി. ഞാൻ കടം കൊടുക്കാനുള്ള ജോർജ് ടീമുമാണ്. കണ്ട് പണ്ട് തീർച്ചയായും നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കണ ആ ടെൻഷൻ. ഇപ്പോൾ ക്രൂശിനെ ഉയർത്തിക്കൊണ്ടിരിക്കുക, ഞാൻ പ്രസംഗം നിർത്തിയില്ല, എൻ്റെ കണ്ണ് അവിടെയാണ്. PIP-കാർ പിള്ളേർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുമ്പോൾ 15 മിനിറ്റ് നേരം അവരവിടെ നിന്നതിന് ശേഷം അവർ പോയി. ഞാൻ ആശീർവാദം. ആ സമയത്തെല്ലാം നമ്മൾ പ്രസംഗിച്ചോണ്ടിരിക്കുക. എൻ്റെ കണ്ണവിടാ, നമുക്ക് നിർത്താനൊക്കത്തില്ല. നിർത്തിയ ഉമ്മാര് വന്ന് ചിലപ്പോൾ എന്താ ചെയ്യുന്നെന്നുള്ള ആ ഒരു വലിയ ടെൻഷനാ. എന്നാൽ രാവിലെ ആയപ്പോൾ എനിക്ക് ഫോൺ കോൾ വന്നു. എന്നെ ജോയി എന്നാ വിളിക്കുക. ജോയി, നീ എൻ്റെ ഓഫീസിൽ വരണമെന്ന് പറഞ്ഞു. അതായത് ജോർജ് ഊട്ടി എന്ന് പറഞ്ഞ ഒരാളാണ്, ബ്രദറുകാരൻ ജോർജ് ഊട്ടി. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നാ തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബസ്സേ കയറുമ്പോൾ ആ വേദന അറിയാലോ. ഓരോ സ്തോത്രത്തിനൊന്നും ഒരു കുഴപ്പമില്ല. കൂടിക്കൊണ്ടിരിക്കുക. കളക്ടറേറ്റിൻ്റെ ബാക്കിലാണ് ഈ ഓഫീസുള്ളത്. അങ്ങനെ കളക്ടറേറ്റിൻ്റെ അവിടെ ഇറങ്ങി ഞാൻ നടന്ന് ആ കളക്ടറേറ്റിൻ്റെ ബാക്കിലേക്ക് പോവുകയാണ്. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും എന്താ സംഭവിക്കുന്നുള്ള ആ ഒരു അങ്കലാപ്പുണ്ട്. ഇപ്പൊ ഹാഫ് ഡോറാ, പണ്ടത്തെ പോലെ ഹാഫ് ഡോർ വെച്ചിരിക്കുക. എല്ലാം അറിയാം. അപ്പം ഞാൻ ഡോറ് തുറന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഡോറ് തുറന്നപ്പോൾ 3 പേര് ഇരിപ്പുണ്ട്. ജോർജ് ഊട്ടിയുണ്ട്, തങ്കച്ചുണ്ട്, വേറെ ആലിരിപ്പുണ്ട്. പെട്ടെന്ന് ഈ ജോർജ് ഊട്ടി ചോദിക്കുക, ജോയി എന്നാ ഉണ്ട് വിശേഷം? അപ്പം തന്നെ എന്തോ ഇറങ്ങിപ്പോയ പോലെ എനിക്ക് തോന്നി. കാരണം അതല്ല നമ്മൾ പ്രതീക്ഷിച്ചതല്ല. വലിയ ഭീകരമായ സംഭവം നടക്കും എന്നാ വിചാരിച്ചത്. അങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ തന്നെ ഒരു തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. നെക്സ്റ്റ് പറയുക, നിന്റെ കേസ് പിൻവലിച്ചിരിക്കുന്നെന്ന്. ഒന്നാലോചിച്ച് നോക്കി. ആ ദൈവവചനം പിടിച്ച് ഉയർത്തിയതിൻ്റെ ആ മഹാശക്തിയാ. 1 ലക്ഷം രൂപ കൊണ്ടപ്പം വഴക്ക് പറഞ്ഞവർ ഇപ്പോൾ പറയാ കേസ് നിന്റെ കേസ് പിൻവലിച്ചിരിക്കുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനമായിരുന്നു. അപ്പോൾ ജേക്കബ് ജോൺ എന്നെ വിളിച്ചിരിക്കുകയാണല്ലോ പഞ്ചാബിലേക്ക് പോകാനായിട്ട്. എന്ത് തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പഞ്ചാബിലേക്ക് പോവുകയാണ്, ഒരു 50,000 രൂപ ഞാൻ തരാം, മതി. ഞാൻ പഞ്ചാബിലേക്ക് പോവുകയാണ്. പഞ്ചാബിൽ ചെന്ന് കഴിഞ്ഞു. ഞാൻ തീക്കകത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ ഇങ്ങനെ ജേക്കബ് ജോണെ എന്ത് കുറ്റം പറഞ്ഞാലും ആ തീക്കകത്താണ് അദ്ദേഹത്തെ ആൾക്കാർ ഇങ്ങനെ ഭൂതം വീഴുന്നു, പ്രാർത്ഥിക്കുന്നു, അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ ഒരു രാജകുടുംബത്തിലെ ഒരുവൻ
അവൻ വീട്ടിൽ പോകത്തില്ല, അവൻ തല കുത്തി നിൽക്കുക, അവന് ഭയങ്കര ഭൂതം ബാധിച്ചു. എന്നാൽ ചെന്ന് 2 ദിവസം ശുശ്രൂഷ ചെയ്തപ്പോൾ അവൻ സൗഖ്യമായി. ആ രാജകുടുംബത്തിലേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് അവർ ഒരുങ്ങി. പക്ഷേ അവിടുത്തെ ആ രാജകുടുംബത്തിലെ അവർ എതിരായിരുന്നു. എന്നാൽ ഇവൻ രക്ഷിക്കപ്പെട്ടു, ഇവൻ സമർപ്പിച്ചു, അവൻ്റെ കെട്ടഴിഞ്ഞു. അതൊക്കെ ഒരു ഭയങ്കര ഫ്ലാഷ് ആയതുകൊണ്ട് പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു 2 ആഴ്ച ഞാൻ അവിടെ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് എൻ്റെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലൊരു മേശയാണ് കണ്ടു കാണും, ജേക്കബ് ജോണിൻ്റെ അവിടെ ഇതുപോലത്തെ ഒരു മേശയുള്ളൂ. അതിങ്ങനെ ആൻറ്റി എന്ന് വിളിച്ച് തരുമ്പോൾ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്, മിണ്ടാതെ ശുശ്രൂഷ ചെയ്യുന്ന അവാർഡ് കൊടുക്കുന്നെങ്കിൽ ജേക്കബ് ജോണിൻ്റെ ഭാര്യയ്ക്കേ കിട്ടത്തുള്ളൂ. കാരണം ഓമനയെന്ന് വിളിച്ചാൽ ഇഡലി, ആ ചെറിയ അടുക്കളയിൽ നിന്ന് ലക്ഷക്കണക്കിന്, എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുപോലെ ഫുഡ് വന്നുകൊണ്ടിരിക്കുക. എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആകെപ്പാടെ ഒരു മേശ സെയിം ഇതേപോലെ ഇങ്ങനെ 4 അടി നീളമുള്ള ഒരു മേശ ഇടാനുള്ള സ്ഥലം അടുക്കളയ്ക്കുള്ളൂ. കണ്ട് താങ്കുട്ടി അവിടെ വന്നിട്ടുണ്ട്, ഇതെല്ലാം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എല്ലാം കണ്ടു. ഇപ്പം അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അന്ന് ബൈബിൾ കോളേജിലുണ്ട് ഐസക്കം ദാനിയേൽ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ അവിടെ വന്നു. അദ്ദേഹം പറയുക, അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്, ഞാനിവിടെ ഇരിപ്പുണ്ട്, ജേക്കബ് ജോൺ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം പറയുക, ഞാൻ കേരളത്തിൽ നിന്നൊരു പാസ്റ്ററെ ഞങ്ങളുടെ മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചിരുന്നു, അദ്ദേഹം വരുന്നില്ല എന്നറിയിച്ചു. പാസ്റ്ററെ, ഏതെങ്കിലും പാസ്റ്റർമാരുണ്ടോ മലയാളികൾ എന്ന് ചോദിച്ചു. ജേക്കബ് ജോൺ ഒന്നും ചോദിച്ചില്ല, ദേ ഇരിക്കുന്നു, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം ഒരു ബ്രദറൻ ബാക്കിൽ നിന്ന് വന്നയാളാണ്. അദ്ദേഹം എന്നെ ഒന്ന് നോക്കി, ശരി പോരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 ദിവസം കഴിയുമ്പോൾ അന്ന് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ജേക്കബ് ജോണിൻ്റെ മരുമകൻ ബോബിയ, ഭൂട്ടാനിൽ ഇപ്പോൾ കർത്താവിൻ്റെ വേലയിൽ ബോബി ഞങ്ങളോട് പോകുകയാണ്. അങ്ങനെ ഈ ഗുരുദാസ്പൂരിലേക്ക് 50 കിലോമീറ്റർ പോകണം. അപ്പോൾ കാറ് വന്നു, ഞങ്ങൾ കാറെല്ലാം അങ്ങോട്ട് പോവുകയാണ്. ആ PG വറീസിൻ്റെ ദാസൻ PG വറീസിൻ്റെ ചർച്ച അവിടെ ഉള്ളത് ഗുരുദാസ്പൂരിൽ. അത് വലിയൊരു കോട്ടയായിരുന്നു. അതിൻ്റെ മുകളിൽ ആ ചർച്ചൊക്കെ വെച്ചിരിക്കുന്നത്. അതിങ്ങനെ ഷാമിനെ എല്ലാം കെട്ടി, ഇവിടെ ആ പഞ്ചാബുകാരെന്ന് പറയുമ്പോൾ ലൈറ്റും എല്ലാം ഇട്ട്, സ്റ്റേജും എല്ലാം കെട്ടി, ഡ്രമ്മുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ അകപാട് വെട്ടിപ്പോയി, ഭയങ്കര ആൾക്കൂട്ടം. ആകപ്പാട് ദൈവത്തോട് ചോദിച്ച് ഞാൻ ചുരുക്കം പറഞ്ഞാൽ ഞാൻ കയറി ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് 3 പ്രാവശ്യം ഇവിടെ ഒരു ക്യാൻസർ നിൽപ്പുണ്ട്, നീ വിളിച്ചു പറയാൻ പറഞ്ഞു. ആദ്യത്തെ സംഭവമാണ് എന്നോട് ദൈവാത്മാവ് സംസാരിക്കുക. ഞാൻ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും എന്നോട് സംസാരിക്കുക. 3ാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, നീ ഒരു ക്യാൻസർ ബാക്ക് നിൽപ്പുണ്ട്, പെട്ടെന്ന് ഓടി വരാൻ പറഞ്ഞു. അങ്ങനെ തീക്കാത്ത നിൽക്കുന്നത് ക്യാൻസർ രോഗിയാണ് നിൽപ്പുണ്ട്. ആ പുള്ളിക്കാൻ ഓപ്പറേഷന് വേണ്ടി 1,25,000 രൂപ കരുതി വെച്ചിട്ട് വെള്ളക്കുപ്പിയായിട്ട് നടക്കുന്നത്. വെള്ളം എപ്പോഴും ദാഹം, വയറ്റിനകത്താണ് ക്യാൻസർ. അപ്പം അദ്ദേഹം ഓടി വന്നു, പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം, ബോയ് പാസ്റ്ററുണ്ട് കൂടെ, ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഏതാണ്ട് കെട്ട് വിട്ടുപോകുന്ന പോലെ എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസമായപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയങ്കരമായ സൗഖ്യം, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ ഈ പഞ്ചാബി പിള്ളേരെന്ന് പറഞ്ഞാൽ ബഹുസുന്ദരികളാണ്. 3 പിള്ളേരുണ്ട് അദ്ദേഹം. പ്രാർത്ഥിക്കാമെന്ന് ബോബി പാസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ കൈവച്ച് പാമ്പെഴുന്ന പോലെ ഇങ്ങനെ ഈ ഭിത്തിയെ കൂടെ ഇങ്ങനെ ചരുക. ഞാൻ നിർത്തി. നമ്മുടെ ആദ്യത്തെ സംഭവമല്ലേ, ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞു ചർച്ചിലേക്ക് വരാൻ പറഞ്ഞു. ചർച്ചിൽ കൊണ്ടുപോകാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉപവസിച്ച് നാളെ രാവിലെ ചർച്ചിലേക്ക് വരാൻ പറഞ്ഞു. ബോയ് പാസ്റ്ററിൻ്റെ കൂടെ 15 മിനിറ്റിനുള്ളിൽ ആ ഭൂതങ്ങളെല്ലാം വിട്ടുപോയി. ഇന്നും അവര് ഉണ്ട്, ഇന്നും വിളിക്കും. അവർ ചർച്ചിൽ വന്നു ഉപസിച്ചുകൊണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ ക്യാൻസർ സൗഖ്യാൽ അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുക. ഇന്നലെ വിളിച്ചു, മനസ്സിലായോ? ഏത് കാര്യമുണ്ട് ഇപ്പോഴും വിളിച്ചിരിക്കുക. അവർ ഞാൻ ചെല്ലാൻ നോക്കിയിരിക്കുക. ഇപ്പൊ ഇവിടെ വന്നുകൊണ്ടിരിക്കുക, പോകാൻ പറ്റിയില്ല. അങ്ങനെ ആ ശിശുട 21 പേര് സ്നാനപ്പെടുക, 30 പേര് സ്നാനപ്പെടുക, വലിയ ഉണർവായിരുന്നു അവിടെ. അങ്ങനെ 7 അവിടുന്ന് പിന്നെ അത് തീർന്നപ്പോൾ അടുത്ത ഒരു ഗ്രാമം, അവിടെയാണ് സാൻകുട്ടി വന്നെന്ന് തോന്നുന്നു, ഓജല എന്ന് പറയുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമം മുഴുവൻ ഇന്ന് ക്രിസ്ത്യാനികളെ കൊണ്ട് തെരഞ്ഞെടുക്കുക. ഭയങ്കരമായ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം. അപ്പം നമ്മൾ 7 പ്രാവശ്യം ഞാൻ അടുപ്പിച്ച് അവിടെ പോകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി. ആ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഇപ്പോഴും അവിടെ 400 പേരെ സ്നാനപ്പെടുത്തുവാൻ ദൈവം അവസരമൊരുക്കി. അങ്ങനെ ഇപ്പോഴും പിടിച്ചപ്പോൾ ഞാൻ സ്നാനപ്പെടുത്തിയ 4 കുഞ്ഞുങ്ങൾ കാനഡയിൽ വന്നിട്ടുണ്ട്. അത് അവരെല്ലാം ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പോൾ സുവിശേഷത്തോടുള്ള താല്പര്യം. എപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകുകയാണ്. ഞാൻ വീണ്ടും ജേക്കബ് ജോണിനോട് കൂടെ ഞാനത് പറയണോ? പക്ഷേ ഭൂതം പോയത്
അങ്ങനെ ജേക്കബ് ജോണിനോട് കൂടെ ഞങ്ങൾ താലിബലിൽ ജോയിച്ചാനുണ്ട്, വേറെ കുറച്ച് പേരുണ്ട്. ഞങ്ങൾ അവിടെ ഒരു മാക്ടഡോർ വണ്ടി അതേ കയറി ഒരു സ്ഥലത്ത് ഒരു ഭവനത്തിൻ്റെ മുറ്റത്ത് ഒരു വലിയ ഷാമിനൊക്കെ ഇട്ട് മീറ്റിംഗ് നടക്കുക. അപ്പോൾ ജേക്കബ് ജോൺ സംസാരം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ബാക്കി ഓരോരുത്തർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ജോയിച്ചായൻ അവസാനം ശുശ്രൂഷിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ആട്ടോസ് പാഷ ശുശ്രൂഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭൂതം ഇങ്ങനെ താഴോട്ട് വീഴാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മണി 12 1 മണി വരെ ഇരുന്നോളും. പക്ഷേ ഇവിടെ 12:30 ആയപ്പോൾ എനിക്കൊന്ന് 12 ആയപ്പോഴേ എനിക്ക് കിട്ടിയ മൈക്ക്. അങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഭൂതം ഇളകുന്നു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, സമയം പോകുന്നുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണു തുറന്നപ്പോൾ ഞാനും ഉണ്ട്, ഭൂതമുണ്ട്. വേറെ എല്ലാവരും പോയി, ജേക്കബ് ജോൺ ഉൾപ്പെടെ ജോയിച്ചാൻ ഉൾപ്പെടെ അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക. കാരണം അവരെ കുറ്റം പറഞ്ഞു സമയം ഒത്തിരിയായി. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ആ ഭൂതം വിട്ടുപോയി. അവിടെ വീട്ടിൽ ചെന്നിട്ട് രാവിലെ വീണ്ടും ഞങ്ങളെ കാണാനായിട്ട് വരിക. ജോയിച്ചാനുണ്ട്, ഞാനുണ്ട്, വേറെ ഉണ്ട്, ജേക്കബ് ജോൺ പാസ്റ്ററുണ്ട്, എല്ലാവരും കൂടെ വളരെ സന്തോഷം. ജോയിച്ചാനങ്ങ് ഭയങ്കര സന്തോഷമായി. എന്നോട് ചോദിക്കുക, നീ ദുബായി പോയിട്ടുണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഈ കളം കയറി ആരെ ദുബായി കൊണ്ടുപോകാനാ എന്ന് പറഞ്ഞു. പാസ്പോർട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞു പാസ്പോർട്ടുണ്ട്, എന്നാൽ 15ാം പൊക്കം നിനക്ക് വിസ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ 14ാമത്തെ ദിവസം എനിക്ക് വിസ വന്നു. ഞാൻ ദുബായി പോയി. ജോയിച്ചാനല്ല ശരിയാക്കി തന്നെ. ആ വർക്കിച്ചാനുമായിട്ടൊന്ന് ഭയങ്കര സ്നേഹത്തിലാണല്ലോ. ഒരു കാര്യം വർക്കിച്ചാന് ഭയങ്കര കാര്യമായി പോയി. അദ്ദേഹത്തെ ഓഫീസിൽ പോയി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം ഓരോന്നായിട്ട് കടങ്ങളെ വീട്ടാൻ തുടങ്ങി. അതിനുശേഷം കുവൈറ്റിൽ പോയി, ഭൂട്ടാനിൽ പോയി, അങ്ങനെ പല രാജ്യങ്ങളിൽ പോകാൻ ദൈവം വഴിയൊരുക്കി. 4 പ്രാവശ്യം അമേരിക്കയ്ക്ക് വരാനായിട്ട് ആ കടം കയറിയ സമയത്ത് എനിക്ക് സ്പോൺസർ ലെറ്റർ ഒക്കെ വന്നു, വിട്ടില്ല. എന്നാൽ അവസാനം ബൈജു കുര്യമ്പിലിപ്പോൾ പറഞ്ഞതനുസരിച്ച് നമ്മുടെ അലക്സ് വെട്ടിക്കൽ IPC ഫാമിലി കോൺഫറൻസിന് വേണ്ടി എനിക്കൊരു സ്പോൺസർ ലെറ്റർ വരുവാനിടയായി. അന്ന് ഞാൻ സൗദി പോയിച്ച് വരുന്ന സമയം, സൗദി പോയിച്ച് വന്ന് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ വിസ അടിച്ചു. അങ്ങനെ 2016 ഞാൻ അമേരിക്കയിലേക്ക് വന്നു. അനേക സ്ഥലത്ത് ശുശ്രൂഷിക്കുവാൻ ദൈവം അവസരമൊരുക്കി. പിന്നെ ബൈജു അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു ചെന്നപ്പോൾ അതിൻ്റെ ഫോമെല്ലാം വന്നു. അങ്ങനെ 2016 തന്നെ വീണ്ടും അമേരിക്കയിലേക്ക് വരുവാൻ, കുടുംബമായിട്ട് വരുവാൻ ദൈവം ഇടയാക്കി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടായിരുന്നു. ഇവിടെ വന്നാൽ അനേകരോർത്ത് ഇവിടെ സഭയിടുമെന്നൊക്കെ പറഞ്ഞു പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനായിട്ടിടയായി. എനിക്ക് സഭയിടുന്നതല്ലല്ലോ, എനിക്ക് വേറെ ശുശ്രൂഷ ഇതൊന്നും ആർക്കും അറിയാമല്ല. അതുകൊണ്ട് വളരെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞു, അങ്ങനെയിടയ്ക്കാണ് ഞാൻ പറയട്ടെ, 1990 ഞാനൊരു ട്രാക്റ്റ് എഴുതി, പാമ്പൻ പാലം. അത് ബസ്സായിട്ട് പോകുമ്പോഴും, ഞാൻ സാധനം എടുക്കാൻ എറണാകുളത്ത് പോകുമ്പോഴും, ജൗളിക എടുക്കാൻ എറണാകുളത്ത് പോകുമ്പോഴും ട്രെയിനിലെല്ലാം ഇത് കൊടുക്കും. എന്നിട്ട് ഞാൻ ചിന്തിച്ചു, ദൈവമേ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നുവെന്ന്. പിന്നെ എനിക്ക് മനസ്സിലാക്കി, നമ്മളെക്കുറിച്ച് ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ ഇറങ്ങിയില്ലെങ്കിൽ തമ്പുരാൻ ഇറക്കും. എല്ലാവരെക്കുറിച്ചും ഇല്ല, തമ്പുരാൻ്റെ പദ്ധതിയായിരുന്നു എന്നെനിക്ക് ഒന്നേന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഒന്നേന്ന് വളർന്നു വരുവാനായിട്ട് ദൈവം ഇടയാക്കി. അങ്ങനെ വെല്ലൂരി ഞാൻ കുറച്ച് നാൾ പോയി. ജോയിച്ചായൻ പറഞ്ഞതനുസരിച്ച്, വർക്കിച്ചായൻ പറഞ്ഞതനുസരിച്ചും, എന്നെ വർക്കിച്ചാനാണല്ലോ ദുബായിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് കോട്ടയം തിയോളജിക്കൽ സെമിനാരിയുടെ ഔട്ട്സ്റ്റേഷൻ വർക്കാണ്, വെല്ലൂരൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു, അവിടേക്ക് എന്നെ അയച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു. അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരുന്നു. അവിടെ ഒരു സഭ സ്ഥാപിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഓർഡിനേഷൻ കിട്ടിയത് MS ശ്യാമുവിലാണ് എനിക്ക് ഓർഡിനേഷൻ തന്നത്. അന്നത്തെ തമിഴ്നാട്ടിൻ്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. കിട്ടി. അങ്ങനെ മുമ്പോട്ട് പോയി. CMC ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്നും ഒരു കെട്ട് ട്രാക്റ്റ് എൻ്റെ കാണും. എല്ലാ ദിവസവും ഞാൻ പോകും. എല്ലാ ക്യാൻസർ, ട്യൂമർ, കിഡ്നി പ്രോബ്ലം ഉള്ളവരെ എല്ലാവരും എന്നോടുകൂടെ താമസിക്കുക, അവർ തരുന്ന ആഹാരം കഴിക്കുക, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള വലിയൊരു ശുശ്രൂഷയായിരുന്നു. അങ്ങനെ എനിക്ക് ഐഡിയ എല്ലാം ഉണ്ട്. ഞാനിങ്ങനെ ഡോക്ടർ പോകുന്ന പോലെ പോകുന്നത്, കണ്ടാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ അങ്ങനെ ഞാൻ ജഗതി അവിടെ വന്നപ്പോൾ ജഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം, അതായത് സിനിമാ നടൻ ജഗതി ആക്സിഡന്റ് ആയിട്ട് അവിടെ വന്നു. എല്ലാവരും മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സീരിയസ് ആയിരുന്നു. ഷോൺ ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആഴ്ചയിൽ 3 പ്രാവശ്യം ഞാൻ അവിടെ ചെല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. വളരെ സ്നേഹിതരാണ്. അങ്ങനെ ഞാൻ ട്രാക്റ്റ് കൊടുത്തുമ്പോൾ ഒരു തിരുമേനി അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ചികിത്സയ്ക്ക് വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ട്രാക്റ്റ് ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുക. പാമ്പൻ പാലം, മലയാളം, അവിടെ മലയാളികളുണ്ടല്ലോ. അപ്പോൾ ആ തിരുമേനി എന്നെ വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു.
അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഇതാടാ ശുശ്രൂഷ എന്ന് പറഞ്ഞു തിരുമേനി. ആ പേര് ഞാൻ മറന്നുപോയി. തിരുമേനി പറഞ്ഞു. അപ്പോൾ ആ ഒരു ഭയങ്കര എക്സ്പീരിയൻസ്, ഭയങ്കര ഒരു ശുശ്രൂഷയായിരുന്നു അവിടെ. അങ്ങനെ എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു? 9 വർഷം ഉണ്ടായിരുന്നു. 9 വർഷം CMC വെല്ലൂര് ഒരു സെന്റർ ആയിരുന്നു, IPCയുടേതായിട്ട്. നമ്മുടെ തിയോളജിയുടെ ഒരു ഗൈഡൻസ് സെന്റർ ആയിരുന്നു. അവിടെ പേഷ്യൻ്റ് ഉണ്ട്, കിഡ്നി പ്രോബ്ലം ഉള്ളവരുണ്ട്, അവരെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ ഹോസ്പിറ്റലിൽ പോവുക, അവർക്ക് വേണ്ട കെയർ കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഭയങ്കര സ്നേഹമായിരുന്നു. ഒരാളെ ഞാൻ 9 വർഷത്തിനുള്ളിൽ എൻ്റെ ഹോമിൽ വന്നിട്ട് മരിച്ചുള്ളൂ. അതൊരു പ്രാർത്ഥന. ഇന്നും ഒത്തിരി പേര് വിളിക്കും. രാജസ്ഥാനിലുള്ള നമ്മുടെ ആ ഇന്നലെ പ്രസംഗിച്ച വയ്യോഹന്നാൻ്റെ അവിടെ പോകുന്ന ഒരു ഫ്രാൻസിസ് എന്ന് പറയുന്ന സ്കൂളൊക്കെ നടത്തുക. ആ പുള്ളിക്കാരൻ എന്നോട് 2 വർഷം താമസിച്ചു. കിഡ്നി ഭാര്യ കൊടുത്തു, അത് മാറ്റി വെച്ചു. അവരെന്നോട് പാർത്തു. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവർ പറഞ്ഞു. വയ്യോഹന്നാൻ അറിയാം. അപ്പം അങ്ങനെ മുമ്പോട്ട് പോയി ഇവിടെ വന്നു കഴിഞ്ഞു. അങ്ങനെ ട്രാക്റ്റ് വിതരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. ഞാൻ ഹൃദയത്തിൽ ഒരു പ്രേരണ പോലെ സുവിശേഷം എത്തിക്കണം, അതിൻ്റെ ഇംഗ്ലീഷിൽ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് നേരത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യായിരുന്നു, അത് വീണ്ടും ഒന്ന് എഡിറ്റ് ചെയ്ത് അതിവിടെ എഴുതി. ഏറ്റവും ചെയ്തത് നമ്മുടെ ടൈറ്റസ് ഈപ്പൻ. അത് ഞങ്ങളുടെ ബോർഡ് മെമ്പറാണ്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പറയാം, ഒരു റിവൈവൽ ചിക്കാഗോ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഞങ്ങൾക്ക് ഉണ്ടാക്കുവാനായിട്ട് ഇടയായത്. ഇത് രജിസ്റ്റർ ചെയ്തതാണ്. അങ്ങനെ 2023 ജോയൽ ഷാജി അതിൻ്റെ സെക്രട്ടറിയും ഞാൻ പ്രസിഡൻറ്റും, ട്രഷററായിട്ട് സ്റ്റെഫിൻ ആൻഡ്രൂസും, ഞങ്ങൾ 3 പേര്. അതിൻ്റെ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. ബോർഡ് മെമ്പറായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ടൈറ്റസ് ഈപ്പൻ. ഏത് കാര്യമുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടി അതിൻ്റെ സപ്പോർട്ട് തരുന്ന ഒരാൾ ടൈറ്റസ് ഈപ്പൻ. അങ്ങനെ ട്രാക്റ്റ് ഇടിച്ചു. ലക്ഷക്കണക്കിന് ട്രാക്റ്റാണ് അടിച്ച് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഫാദർ സേവ് മീ എന്ന് പറഞ്ഞാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ തന്നെ കൊടുക്കും. ഞാൻ പോകുന്നിടത്തെല്ലാം ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെല്ലാം ട്രാക്റ്റ് വിതരണമാണ്. അമേരിക്കയിൽ എല്ലായിടത്തും ഇല്ലേ, ഇവിടെ മാത്രം ട്രാക്റ്റ് വിതരണം. നീ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയട്ടെ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിലൊരു താല്പര്യം. ഒരു വണ്ടി എടുത്ത റിവൈവൽ ചിക്കാഗോ എന്ന് പറഞ്ഞ് എഴുതി ഈ 50 സ്റ്റേറ്റിൽ പോകണമെന്നുള്ള വലിയ ഒരു താല്പര്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 10 വർഷമായി വാൾമാർട്ടി ഞാൻ ജോലി ചെയ്യുകയാണ്. ഈ സെപ്റ്റംബർ ആകുമ്പോൾ 10 വർഷമാകും. അതിനുശേഷം ഞാൻ അത് ജോലി രാജിവെക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. എന്നാൽ ഇനി എത്ര നാളുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. 70 വയസ്സാകുന്നു. നവംബർ ആകുമ്പോൾ 70 വയസ്സൊന്നും പറയത്തില്ല 70 വയസ്സാകും. ഇനി ഉള്ള സമയം കർത്താവിന് വേണ്ടി അമേരിക്കയിലും ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയിലും എല്ലാം പോകണം എന്നുള്ള താല്പര്യത്തിലാണ് ഇരിക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഫോണിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആഗ്രഹം പോലെ ജോലി വിട്ട് പൂർണ്ണസമയം സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകാനും അത് അനേകർക്ക് ആശ്വാസമാകാനും വിടുതലായി തീരാനും ഒക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. താങ്ക് യു. ഓക്കെ.